സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറ്ററ്റ് എക്സാമിന്റെ കാറ്റഗറി 1 EVS എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിങ്ങൾക്ക് നമ്മുടെ സൗരയൂഥത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സൗരയൂഥത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളെ കുറിച്ച് പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ഇന്ന് ഈ ഒരു പറയുന്ന ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ അടുത്ത എക്സാമിന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് EVS മാത്രമല്ല, നിങ്ങൾക്ക് സയൻസിന് കൂടെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഫാക്ട് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ, ആ രീതിയിൽ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോന്നിനെ കുറിച്ച് പറയുമ്പോഴും അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരുമിച്ച് ഒന്നോ രണ്ടോ തവണ നിങ്ങളൊന്ന് ഒരു ഗ്യാപ്പ് വെച്ച് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സൗരയൂഥത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ പ്ലാനറ്റ്സിലേക്ക് നമുക്ക് വരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് മുന്നോട്ടേക്ക് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, ഫസ്റ്റ് ഇതാ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ടോളമിയാണ് അല്ലേ. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ്. അപ്പൊ ഇത് പറയാൻ കാരണമുണ്ട്. നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് എങ്ങനെയായിരുന്നു, നമ്മുടെ പ്രപഞ്ചത്തിന്റെ അല്ലെ, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയായിട്ടും ബാക്കിയുള്ള ഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഗോളങ്ങളോ എന്തോ ആവട്ടെ അതൊക്കെ ഭൂമിയെ ചുറ്റി കറങ്ങുന്നു എന്നാണ്, വലം വയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് ആദ്യകാലങ്ങളിലൊക്കെ പറയപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഭൗമ കേന്ദ്ര സിദ്ധാന്തം, അതായത് ഭൂമിയാണ് എല്ലാത്തിന്റെയും കേന്ദ്രം എന്നുള്ള സിദ്ധാന്തം ആവിഷ്കരിച്ച ടോളമിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിന് നേരെ തിരിച്ചിട്ട് എന്താണ്, വർഷങ്ങൾക്ക് ശേഷം കോപ്പർനിക്കസ് സൗരകേന്ദ്ര സിദ്ധാന്തത്തിലൂടെ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിച്ചു. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേന്ദ്രം, മറ്റെല്ലാ ഗ്രഹങ്ങളും മറ്റെല്ലാ ഗോളങ്ങളും എല്ലാവരും എന്ത് ചെയ്യുന്നു, ഭൂമിയെ വലം വയ്ക്കുന്നു, ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് മാറ്റിയിട്ട് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത്, എന്ന് പ്രസ്താവിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് പേര് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അപ്പൊ ഭൗമ കേന്ദ്ര സിദ്ധാന്തം അതുപോലെ സൗര കേന്ദ്ര സിദ്ധാന്തം രണ്ട് കാര്യങ്ങളാണ്. ഭൗമം വെച്ചാൽ നിങ്ങൾക്കറിയാം ഭൂമി, ഓക്കെ, ഭൂമിയാണല്ലോ ഭൗമകേന്ദ്രം അല്ലെ, ഭൂമിയാണ് മറ്റേത് ടോളമിയാണ്. ഓക്കെ, അപ്പൊ കോർഡിനേറ്റ് രണ്ട് മീ ഉണ്ട്. അപ്പൊ ടോളമി ഭൂമി മീൻസ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. കോപ്പർനിക്കസ് സൂര്യൻ, നിക്കസ് സൂര്യ കേന്ദ്ര അല്ലെങ്കിൽ സൗരകേന്ദ്ര സിദ്ധാന്തം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? ശരിക്കും കോപ്പർനിക്കസ് എന്ന് പറയുന്നത് കേട്ടോ. ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവാണ് ശരിക്കും കോപ്പർനിക്കസ് എന്ന് പറയുന്നത്, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൗരയൂഥത്തിലേക്ക് വരാം. സൗരയൂഥത്തിലെ ആകെ ഗ്രഹങ്ങളുടെ എണ്ണം നിങ്ങൾക്കറിയാം 8 എണ്ണമാണ് ഉള്ളത് അല്ലെ. 9 ഉണ്ടായിരുന്നു, 2006 നമ്മൾ പ്ലൂട്ടോയെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിന് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമോ സെന്റൗറി കേട്ടോ. പ്രോക്സിമ സെന്ററി അല്ല, സെന്റൗറി ആണ്. സെന്റൗറി, ഓക്കെ, പ്രോക്സിമ സെന്ററി അല്ലെങ്കിൽ സെന്റൗറി, ഓക്കെ, സെന്റൗറി ആണ്. പ്രോക്സിമ സെന്റൗറി എന്ന് പറയുന്ന നക്ഷത്രമാണ് സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത്, സൗരയൂഥം എന്ന് പറഞ്ഞാൽ തന്നെ സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും എല്ലാം കൂടിയുള്ള ഒരു മൊത്തത്തിലാണ് നമ്മൾ പറയുന്ന സൗരയൂഥം. അപ്പൊ ആ സൗരയൂഥത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രമാണ് ഏത്? പ്രോക്സിമോ സെന്റൗറി. അങ്ങനെ പറയാൻ കാരണം അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നത് എന്ത്, സൂര്യനല്ലേ ഏറ്റവും അടുത്തിരിക്കുന്നത്? അങ്ങനെയല്ല, സൗരയൂഥം എന്ന് വെച്ചാൽ തന്നെ സൂര്യൻ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ്, അതിന്റെ സോളാർ സിസ്റ്റം അല്ലെ. അതിന്റെ തൊട്ട് അടുത്തായിട്ട് കാണപ്പെടുന്ന ഏതാണ്? അതിന്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന നക്ഷത്രമാണ് പ്രോക്സിമോ സെന്റൗറി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിസ് ആവാൻ പാടില്ല. സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. നെക്സ്റ്റ്, സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സൂര്യനാണ്. നമ്മൾ പഠിച്ചല്ലോ അല്ലെ, സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് അല്ലെ, സൂര്യനാണ് കേന്ദ്രം എന്നാണ് പറഞ്ഞത്. ഇനി സൗരയൂഥത്തിലെ ഊർജ്ജ കേന്ദ്രം എന്ന് പറയുന്നതും ആരെന്നെയാണ്? സൂര്യൻ തന്നെയാണ്. ഇനി സൂര്യന്റെ ബാഹ്യവലയത്തെ അറിയപ്പെടുന്ന പേരാണ് കൊറോണ. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും. സൂര്യന്റെ ഒരു ബാഹ്യവലയമുണ്ട്, പുറമെയുള്ള ഒരു വലയമുണ്ട്. ആ വലയത്തിനെ അറിയപ്പെടുന്ന പേര് കൊറോണ എന്നാണ്, കൊറോണ. ഓക്കെ, സൂര്യന്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോഗ്രാഫ്.
ഓക്കെ, അപ്പൊ ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരെങ്കിൽ മിസ്സാവേണ്ട എന്നുള്ളത് പറഞ്ഞേ ഉള്ളൂ. സൂര്യന്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ശരിക്കും സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്നത്. അതിന്റെ കാര്യം മനസ്സിലാക്കുക. സൂര്യന്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്പെക്ട്രോഗ്രാഫ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. 8 ഗ്രഹങ്ങളാണ് ഇപ്പോൾ നമുക്ക് സൗരയൂഥത്തിൽ ഉള്ളത്. അതിൽ തന്നെ സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമോ സെന്റൗറി. സിമ്പിൾ ആണല്ലോ, പ്രോക്സിമോ സെന്റൗറി ആണ് സൗരയൂഥത്തിന്റെ അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമോ സെന്റൗറി. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിന്റെ ഊർജ്ജത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേന്ദ്രവും ഊർജ്ജ കേന്ദ്രവും സൂര്യൻ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. സൂര്യന്റെ ബാഹ്യവലയത്തെ അറിയപ്പെടുന്ന പേരാണ് കൊറോണ. ഓക്കെ, കൊറോണ എന്നാണ് നമ്മൾ അറിയപ്പെടുക. പിന്നെന്താണ്, സൂര്യന്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോഗ്രാഫ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് 11 വർഷത്തിൽ ഒരിക്കലാണ്. ഈ സൺ വിൻഡ് എന്നൊക്കെ പറയുന്ന സൗരക്കാറ്റുകളുണ്ട്. ഈ സൗരക്കാറ്റുകൾ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് 11 വർഷത്തിൽ ഒരിക്കലാണ്. ഓരോ 11 വർഷം കൂടുമ്പോഴാണ് സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത്. മേ ബി അങ്ങനെ ചോദ്യം വരാമല്ലോ, എത്ര വർഷം കൂടുമ്പോഴാണ് സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് വെച്ച് നമുക്ക് പറയാൻ പറ്റണം. 11 വർഷത്തിൽ ഒരിക്കലാണ്. അടുത്തത്, സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഇമ്പോർട്ടന്റ് ആണ്. സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടുന്ന സമയം എത്രയാണെന്ന് ചോദ്യം വന്നാൽ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം പറയാം. ഒന്നെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡ്. ഓക്കെ, 8 മിനിറ്റും 20 സെക്കൻഡ്, അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്ന് പറയാം. ക്ലിയർ? 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 8 മിനിറ്റ് എന്ന് വെച്ചാൽ 8 ഗുണിക്കണം 60, അത്രയും സെക്കൻഡ് ആണ് അല്ലേ. 6 8 48 എന്ന് വെച്ചാൽ 480 സെക്കൻഡ് ആണ്. പ്ലസ് ഒരു 20 കൂടി ഉണ്ട് അധികം, 20 സെക്കൻഡ് കൂടി അധികം ഉണ്ട്. അപ്പൊ 480 20 കൂട്ടി നമുക്ക് മനസ്സിലായി 500 സെക്കൻഡ് എന്ന് പറയും. അപ്പൊ സെക്കൻഡിൽ മാത്രമാണെങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്നത് 500 സെക്കൻഡ്. മിനിറ്റിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 8 മിനിറ്റും 20 സെക്കൻഡും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗോളം സൂര്യനാണ്. ഓക്കെ, ഏറ്റവും വലിയ ഗോളം സൗരയൂഥത്തിലുള്ള ഏറ്റവും വലിയ ഗ്രഹം. സൗരയൂഥത്തിൽ സൂര്യൻ എന്ന് വെച്ചാൽ ഗ്രഹമല്ലല്ലോ, അത് നക്ഷത്രമാണ്. അപ്പോൾ ഏറ്റവും വലിയ മൊത്തത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഗോളമായിട്ട് പറയപ്പെടുന്നത് സൂര്യനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഓറിയോൺ കരം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓറിയോൺ ആം അല്ലെങ്കിൽ ഓറിയോൺ കരം. ഇവിടെ സ്പെല്ലിംഗ് ഓക്കെ, ഓ ആണ്, ഓറിയോൺ. ഓക്കെ, ഓറിയോൺ കരം അല്ലെങ്കിൽ ഓറിയോൺ ആം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് ഓറിയോൺ കരം. ഓക്കെ, ഓറിയോൺ കരം അല്ലെങ്കിൽ ഓറിയോൺ ആം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. അതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നോക്കി കാണപ്പെടുന്ന ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനല്ലേ. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. അതുകൊണ്ടാണ് മറ്റുള്ള നക്ഷത്രത്തെക്കാളും വലുതായിട്ടാണല്ലോ നമ്മൾ സൂര്യനെ കാണുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതന്നെയാണ്? സൂര്യനാണ്. ഇത് ഭൂമിയാണെങ്കിൽ സൂര്യനാണ് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യന്റെ പ്രതലമാണ് ഫോട്ടോസ്ഫിയർ. ഓക്കെ, ഭൂമിയിൽ നിന്ന് ദൃശ്യമായിട്ടുള്ള സൂര്യന്റെ പ്രതലത്തിനെ അറിയപ്പെടുന്ന പേര് ഫോട്ടോസ്ഫിയർ എന്നാണ്. ഓക്കെ, ഫോട്ടോസ്ഫിയർ ആണ്. എന്നാൽ നേരത്തെ പറഞ്ഞ കൊറോണ എന്ന് വെച്ചാൽ സൂര്യന്റെ ബാഹ്യ ആവരണമാണ്, വലയമാണ് ഏത് കൊറോണ. ആ കാര്യങ്ങൾ 2 3 തവണ ഒന്ന് വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയിൽ വരും. ഓക്കെ, അപ്പൊ സൗരക്കാറ്റ് ഉണ്ടാവുന്ന 11 വർഷത്തിൽ ഒരിക്കലാണെന്ന് മനസ്സിലായി. 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെന്താ പഠിച്ചത്? ഓറിയോൺ കരം എന്താണെന്ന് മനസ്സിലായി. ക്ഷീരപഥത്തില് സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ അറിയപ്പെടുന്ന പേരുണ്ട്. നമ്മൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുടെ സ്ഥലമുണ്ട്, പേരുണ്ടല്ലോ. അതുപോലെ ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഓറിയോൺ കരം എന്ന് പറയുന്ന പ്രദേശത്താണെന്ന് ഓർത്തിരിക്കുക. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. അതുപോലെ തന്നെ സൂര്യന്റെ ഭൂമിയിൽ നിന്ന് ദൃശ്യമായിട്ടുള്ള സൂര്യന്റെ പ്രതലമാണ് ഫോട്ടോസ്ഫിയർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊന്നല്ല, ഒരുപാടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട ബേസിലെ കാര്യം, കാരണം കേട്ടതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചധികം പോയിന്റ് വീണ്ടും ഉണ്ട് നോക്കാം. സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്നതാണ് സൺ സ്പോട്ട്. ഓക്കെ, അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ചൂടാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതില് സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം, ഓക്കെ, അങ്ങനെ ചൂട് കുറഞ്ഞ പ്രദേശം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൺ സ്പോട്ട്. ഓക്കെ, സൺ സ്പോട്സ് എന്നാണ് പറയുക. സ്പോട്ട്, ഓക്കെ, സൺ സ്പോട്സ്. ഓക്കെ, ഇനി സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രിന്ന് കുറച്ച് കൂടിയാൽ തന്നെ നമുക്ക് ചൂടും പനിയും വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ശരാശരി ആവറേജ് താപനില, ചൂട്. ഓക്കെ, അതിൽ തന്നെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശമാണ് സൺസ്പോട്ട് എന്ന് പറയുന്ന അറിയപ്പെടുന്ന പേര്. ഓക്കെ, ഇനി സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ആണ്.
സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ചെറിയ മിസ്റ്റേക്കുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഓക്കെ, ഹൈഡ്രജൻ ഹീലിയം അതേ സെയിം ഓർഡർ തന്നെയാണ്, നമ്മളെ ടേബിൾ ഓർഡർ തന്നെയാണ് ഹൈഡ്രജൻ ഹീലിയം. ഓക്കെ, അപ്പോൾ പറഞ്ഞതാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് ഹൈഡ്രജൻ, രണ്ടാമതാണ് വരുന്നത് ഏത് ഹീലിയം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിൽ ദ്രവ്യം ഉണ്ടാവും പ്ലാസ്മ അവസ്ഥയിലാണ്. നമ്മൾ ഖരം, ദ്രാവകം, വാതകം എന്നൊക്കെ പറയുന്ന പോലെ അതിൽ സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ്, മാറ്റർ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്ലാസ്മ അവസ്ഥയിലാണെന്ന് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അങ്ങനെയും വരാമല്ലോ, സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ്, പ്ലാസ്മ. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ, അതായത് അണുസംയോജനമാണ്, ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രവർത്തനം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിരിയസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുന്ന ഏതാണ്, പിന്നെ സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രത്തിന്റെ പേരാണ് സിരിയസ്. സീരിയസ് അല്ല, സിരിയസ്. ഇവിടെയുണ്ട്, സിരിയസ് എന്നുള്ള നക്ഷത്രത്തെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുന്ന തിളക്കമുള്ള നക്ഷത്രം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ട് പ്രധാനപ്പെട്ട തീയതികളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമുണ്ട്, അതുപോലെ തന്നെ സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ വരുന്ന ദിവസമുണ്ട്. ഓക്കെ, അപ്പൊ ആ രണ്ട് ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയതാ. ഇതാണ് ഭൂമി എന്ന് മനസ്സിലാക്കുക. ഇവിടെ സൂര്യൻ ഉണ്ട്, ഭൂമിയോട് ഏറ്റവും അടുത്ത് സൂര്യൻ വരുന്നുണ്ടെങ്കിൽ ആ ദിവസമാണ് ഏത്, ജനുവരി 3-നാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജനുവരി 3-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് നമ്മുടെ പെരിഹീലിയൻ എന്നൊക്കെ പറയാറുണ്ട്, പെരിഹീലിയൻ. ഓക്കെ, എന്നാൽ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് ഏത്, ജൂലൈ 4-ആണ്. ജൂലൈ 4 അല്ലെങ്കിൽ അപ്പ് ഹീലിയൻ എന്നാണ് നമ്മൾ പറയുക, അപ്പ് ഹീലിയൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഭൂമിക്ക് തൊട്ടടുത്തോട്ട് വരുന്നതോറും ചൂട് നമുക്ക് കൂടുതൽ ചെയ്യുക. അപ്പൊ ജനുവരി, ഫെബ്രുവരി, ആ ഒരു മാർച്ച് മാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചൂടിന്റെ ടൈമാണ് അല്ലെ. അപ്പൊ ഡിസംബർ ഇപ്പൊ തണുപ്പ് കാലത്തൊക്കെ ആകുമ്പോൾ പകൽ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പൊ ജനുവരിയിലേക്ക് പോകുമ്പോൾ ചൂട് കൂടുതലാണ്. അപ്പൊ അടുത്ത് വരുന്നത് ജനുവരി 3-ആണ്. എന്നാൽ അകലെ പോകുന്ന ജൂൺ, ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ മഴയാണ്. അപ്പൊ പൊതുവെ നമുക്ക് ചൂട് കുറവാണ്. അപ്പൊ സൂര്യൻ കുറെ ദൂരം പോയി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ കോഡ് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് തീയതിയിൽ അതേതാണെന്ന് കൺഫ്യൂഷൻ വന്നാൽ മനസ്സിലാക്കാനുള്ള കോഡാണ് പറഞ്ഞത്. ജനുവരി 3 കുറച്ച് ചൂടുള്ള ടൈമാണ്, അപ്പം സൂര്യൻ ഭൂമിയുടെ അടുത്താണ്, അപ്പൊ ജനുവരി 3. ഇനിയോ ജൂലൈ 4 വെച്ചാൽ മഴ പോലെ ഉള്ള ഒരു അന്തരീക്ഷമാണ്, തണുത്ത അന്തരീക്ഷമാണ്, അപ്പൊ നമുക്ക് ചൂട് കുറവാണ്. അപ്പൊ സൂര്യൻ ഭൂമിയേക്കാൾ ഒരുപാട് അകലത്തിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഡേറ്റ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇത് സോഷ്യലിൽ വന്നിട്ടുണ്ട്, സോഷ്യൽ സയൻസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ് ഈ പെരിഹീലിയൻ, അപ്പുഹീലിയൻ ഒക്കെ. ഓക്കെ, അടുത്ത ഒരു പോയിന്റും കൂടി പറയാം. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രക്രിയ വികിരണമാണ് കേട്ടോ. വികിരണം വഴിയാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്. 500 സെക്കൻഡ് വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ വികിരണം വഴിയാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൗരയൂഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിവിടെ പറയുന്നതിന് ഒരു കൃത്യമായ ഓർഡർ ഉണ്ട്. അതായത് സൂര്യനിൽ നിന്നുമുള്ള അകലത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നു, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ സൂര്യന്റെ ഏറ്റവും അടുത്തുള്ളത് ബുധനാണ്, പിന്നെ തൊട്ടടുത്ത് പറയാൻ പോകുന്നത് അതിന്റെ തൊട്ടടുത്തായിരിക്കും. അങ്ങനെ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ പറയുക. അപ്പൊ ആദ്യം വരുന്നത് ബുധനാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ ഗ്രഹങ്ങളെ കുറിച്ചുള്ള സാധനങ്ങൾ വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് വായിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. ഇനി മറ്റ് എക്സാമിനൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, സംഭവം സിമ്പിൾ ആയിരിക്കും. അല്ലാത്തവർ എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധമായിട്ടും കുറച്ചൊന്ന് 2-3 ഗ്യാപ്പ് വെച്ച്, ഒരേ സമയത്തല്ല ഇന്റർവെൽ ഒക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്ത് കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. പോയിന്റ് ആണ്, പോയിന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ബുധനെ സംബന്ധിച്ചിടത്തോളം ഉപഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം കൂടിയാണ് ബുധൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് പഠിച്ചു. അപ്പൊ ഏറ്റവും ചെറിയ ഗ്രഹം കൂടിയാണ് ബുധൻ. അതുപോലെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹവും ഏത് തന്നെയാണ്, ഈ പറയുന്ന ബുധനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഏറ്റവും വേഗം ഉള്ള ഗ്രഹമാണ് ബുധൻ. ഏറ്റവും വേഗത ഉള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത ഏറിയ രണ്ടാമത്തെ ഗ്രഹമാണ് ഏത്, ബുധൻ എന്ന് പറയുന്നത്. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത ഏറിയ രണ്ടാമത്തെ ഗ്രഹമാണ് ബുധൻ. ഒന്നാമത്തേതിലേക്ക് വരുന്നുണ്ട്. ക്ലിയർ. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള രണ്ടാമത്തെ ഗ്രഹവും ആരെന്നെയാണ്, ബുധനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ. നെക്സ്റ്റ്, ബുധന്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തിന്റെ 1/10 ഭാഗമാണ്. അതായത് ഭൂമിയുടെ വലിപ്പത്തിന്റെ 10-1 ഭാഗമാണ് ബുധന്റെ വലിപ്പം. ബുധൻ അത്രയും ചെറുതാണ്. അതായത് ഭൂമിയുടെ വലിപ്പം ഇപ്പൊ 10 ആണെങ്കിൽ, വട്ടത്ത് നമ്മൾ അളന്ന് ഇപ്പോൾ ഡയമീറ്റർ 10 ആണെങ്കിൽ ബുധൻ്റെത് വെറും 1 ആയിരിക്കും. അത്രയും ചെറുതാണ്. ഓക്കെ, അപ്പൊ ബുധനേക്കാൾ 10 മടങ്ങ് വലിപ്പം ഉണ്ട് ആർക്ക്, ഭൂമിക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി
ഭൂമിയുടെ ഇതിന് സമാനമായ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ബുധൻ. ഓക്കെ, ഭൂമിയുടെ ഇതിന് തന്നെ സമാനമായിട്ടുള്ള സാന്ദ്രത ആയിക്കൊണ്ട് ബുധനും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബുധന്റെ പാലായന പ്രവേഗം 4.3 km/s ആണ്. സെക്കൻഡിൽ 4.3 km ആണ് പോവുക. ക്ലിയർ. പാലായന പ്രവേഗം എന്ന് വെച്ചാൽ എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾ ഇവിടുന്ന് ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന ഒരു വേഗത ഉണ്ടല്ലോ, അതായത് നമ്മൾ അറിയാം 11.2 അല്ലേ? ഓക്കെ, 11.2 km/s ആണ്. km/s വേഗതയിലാണ്. അതായത് ഒരു സെക്കൻഡിൽ 11.2 km വേഗതയിലേക്കാൾ കൂടുതൽ നമ്മൾ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഈ ഭൂമിയുടെ ആ ഒരു നമ്മുടെ എന്താണ് ഗുരുത്വാകർഷണത്തിന്റെ ആ ഒരു ലെവലിൽ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതും കടന്ന് നമ്മളെ ഉപഗ്രഹങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു വേഗതയിൽ വിക്ഷേപിക്കുന്നതുകൊണ്ടാണ്. ഇതിലും കൂടുതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു പരിധി വരെ പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും. ആ ഗുരുത്വാകർഷണം വഴി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മിനിമം സ്പീഡിന് ഞാൻ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി അത്രയാണ്. അപ്പൊ ഭൂമിന്റെ ഇത്രയും വരും, 11.2 ആണ് വരിക. അപ്പൊ ബുധനെ സംബന്ധിച്ചിടത്തോളം 4.3 km/s ആണ്. അച്ചുതണ്ടിന്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. നമുക്കൊരു സാങ്കല്പിക അച്ചുതണ്ടൊക്കെ ഉണ്ടല്ലോ ഭൂമിക്ക്. അപ്പൊ അതുപോലെ അച്ചുതണ്ടിന്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. അന്തരീക്ഷം ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ. അത് നമുക്കറിയാം, സൂര്യന്റെ തൊട്ടടുത്ത് ബുധൻ തന്നെയാണുള്ളത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ളതും ഗ്രഹം ആരെന്നെയാണ്? ബുധൻ തന്നെയാണ്. അതായത് നമ്മൾ ഒരു വർഷം എന്ന് വെച്ചാൽ 365 കാല ദിവസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ബുധനിലെ ഒരു വർഷം എന്ന് വെച്ചാൽ അത്രയൊന്നും ഉണ്ടാവില്ല, ദൈർഘ്യം കുറവാണ്. ഇനി ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തെക്കാൾ 6 ഇരട്ടി അധികമാണ് ബുധനിൽ ലഭിക്കുന്നത്. അത് നമുക്ക് എന്തായാലും അറിയാലോ, എവിടെയാണ് സൂര്യൻ ഇല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ബുധൻ ഉള്ളത്. ഓക്കെ, പിന്നെ മറ്റൊരാളുണ്ട്, ശുക്രനും കഴിഞ്ഞ് പിന്നെയാണ് ഭൂമി വരാനുള്ളത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇവരെല്ലാം പാസ് ആയിട്ടാണല്ലോ ഭൂമിയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ എന്താണ്, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ 6 ഇരട്ടിയോളം സൂര്യപ്രകാശം ബുധനിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് ഉള്ളത്, ബുധനും ശുക്രനും. അവർക്ക് ഉപഗ്രഹങ്ങളില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി വ്യാസൻ, വാൽമീകി, കാളിദാസൻ എന്നിവരുടെ പേരുകളിൽ ഗർത്തങ്ങളുള്ള ഗ്രഹം കൂടിയാണ് ആര്? ബുധൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ബുധനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ ഇതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ വരാനുള്ളൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല ബുധനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ 2 തവണ വായിച്ചു വിട്ടേ, നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ചു വിടുന്നത് നല്ലതായിരിക്കും. അടുത്ത ശുക്രനിലേക്കാണ് നമ്മൾ വരുന്നത്. തൊട്ടടുത്താണ് ശുക്രൻ. ബുധൻ കഴിഞ്ഞാൽ സൂര്യന്റെ തൊട്ടടുത്ത് വരുന്നത് പിന്നെ ശുക്രനാണ്. സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? സൂര്യന്റെ അരുമ എന്ന് പറയുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ നിങ്ങൾക്ക് എപ്പോൾ രാവിലെ ഒക്കെ നോക്കി ആകാശം നോക്കി കാണാൻ പറ്റുന്ന ഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ. പിന്നെയോ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതന്നെയാണ്? ശുക്രനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു ചെറിയൊരു റെഡ് കളർ പോലുള്ള സാധനത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ മേലെ കാണാൻ പറ്റും. അത് ശുക്രനാണ്. അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ശുക്രനാവുന്നത്. നെക്സ്റ്റ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ. അപ്പൊ ലൂസിഫർ അറിയാലോ. അപ്പൊ ലൂസിഫർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശുക്രനാണ്. ശുക്രനാണ്. മനസ്സിലായില്ലേ? ശുക്രൻ തെളിഞ്ഞു. അപ്പൊ ലൂസിഫർ ആണ്. ലൂസിഫർ എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് ലഭിച്ച ഗ്രഹം, അതിന്റെ ആവശ്യമില്ല. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപാളികൾ ഉള്ള ഗ്രഹമാണ് ശുക്രൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപാളികൾ ഉള്ള ഗ്രഹമാണ് ശുക്രൻ. ഇനി ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് CO2, കാർബൺ ഡയോക്സൈഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്, രണ്ടാമതുള്ളത് ഹീലിയം ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. നെക്സ്റ്റ്, പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് ശുക്രനാണ്. അതുകൊണ്ടാണ് സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമായിട്ട് നമ്മൾ ശുക്രനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു ഭാഗത്ത് ചന്ദ്രനെ കാണും, മറുഭാഗത്ത് നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഒരാൾ, അതാണ് ശുക്രൻ. ചന്ദ്രനേക്കാൾ കുറച്ചും കൂടി ചെറുതായിരിക്കും. ഇനി ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്. ഏകദേശം 462 ഡിഗ്രി സെൽഷ്യസ് ആണ് ശുക്രന്റെ താപനില വരിക. ഓക്കെ, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്. അത്രയും ഉണ്ട്, എത്രയാണെന്നൊന്നും പഠിക്കണ്ട. ലക്ഷ്മി പ്ലാനം എന്ന വിശാലമായ പീഠഭൂമി ശുക്രനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നോക്കിക്കോ. അവിടെയുള്ള ഒരു പീഠഭൂമിയുടെ പേരാണ് ലക്ഷ്മി പ്ലാനം. ലക്ഷ്മി പ്ലാനം എന്ന് പറയുന്ന
വിശാലമായ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ശുക്രനിലാണ്. ഇനി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് ശുക്രനിൽ തന്നെയാണ്. അപ്പൊ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ EVS-ൽ ഭൂമിയെ ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാക്കുക, ശുക്രന്റെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കിലാണ് ഭൂമിയിൽ, അല്ലെ? അതേപോലെ തന്നെ ശുക്രനിലെ ഭ്രമണം എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. എവിടെ നിന്ന് എങ്ങോട്ടാണോ കറങ്ങുന്നത് രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും സൂര്യൻ ഉദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കറങ്ങിയാൽ പടിഞ്ഞാറോട്ട് സൂര്യൻ ഉദിച്ചിട്ട് കിഴക്കോട്ട് വന്നിട്ട് അസ്തമിക്കുന്നു. ഇതാ നോക്കിയേ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് ഉദിക്കുന്നത്. ഭൂമിയുടെ അവസ്ഥ എന്താണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് നമ്മുടെ ഭ്രമണം നടക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, കിഴക്ക് സൂര്യൻ ഉദിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറേക്ക് വരുന്നു, അസ്തമിക്കാൻ വരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പടിഞ്ഞാറാണ് സൂര്യൻ ഉദിക്കുന്നത് ശുക്രനിൽ. ഇനി സ്വയം ഭ്രമണകാലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹവും, ദിനരാത്രങ്ങൾക്ക് ദൈർഘ്യം കൂടുതലാണ് ശുക്രനിൽ. അതായത് നമ്മൾ കിടക്കാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം ഉറങ്ങാം. ഓക്കെ, അപ്പൊ ദിനരാത്രങ്ങളൊക്കെ ഏറ്റവും കൂടുതലാണ് ഈ ശുക്രനിൽ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കണേ. ഏറ്റവും തിളക്കമേറുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റ് 2 പോയിന്റുകളാണ്. ഒന്ന്, പ്രഭാത നക്ഷത്രം. ഞാൻ പറഞ്ഞല്ലോ, പ്രഭാതത്തിലൊക്കെ ആകാശം നോക്കി ഇതിനെ കാണാൻ പറ്റും. പ്രഭാത നക്ഷത്രം, അതുപോലെ സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട. ഈ 3 പേരിൽ അറിയപ്പെടുന്നത് ശുക്രനെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ ഏറ്റവും തിളക്കമുള്ളത്, സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ളതും ശുക്രനാണെന്നുള്ള കാര്യം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ലൂസിഫർ എന്നറിയപ്പെടുന്നത് ശുക്രൻ തന്നെയാണ്. അതുപോലെ സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്നത്, സൂര്യന്റെ അരുമ, അതുപോലെ തന്നെ ഭൂമിയുടെ ഇരട്ട, ഇതൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ശുക്രനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചു കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഭൂമിയെ കുറിച്ചാണ്. നമ്മൾ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാ, ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി, അല്ലെ? ഭൂമിക്ക് ഒറ്റൊരു ഉപഗ്രഹമേ ഉള്ളൂ. ആരാണ്? ചന്ദ്രൻ. നെക്സ്റ്റ്, നീലഗ്രഹം, ടെറ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം എന്നറിയാലോ, കൂടുതൽ മേലെ പോയി നോക്കിയാൽ നമുക്ക് കൂടുതലും വാട്ടർ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നീല കളറിൽ കാണും. അതുകൊണ്ട് നീലഗ്രഹം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ടെറ എന്ന് അറിയപ്പെടുന്നതും ആരെന്നെയാണ്? ഭൂമിയാണ്. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗ്രഹമാണ് ഭൂമി. റോമനോ ഗ്രീക്കോ ആയിട്ടൊന്നും ഒരു ബന്ധം ഭൂമിക്ക് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഭൂമി. നമ്മൾ നേരത്തെ പറഞ്ഞ സാന്ദ്രത കൂടിയ രണ്ടാമത്തെ ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തുടങ്ങി ബുധനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഇവിടെ സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ആര്? ഭൂമി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണ് ഈ പറയുന്ന ഭൂമി. അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും എന്ന് വെച്ചാൽ 2 വിഭാഗമുണ്ട്. അത് ഞാൻ മൊത്തം പറഞ്ഞിട്ട് പറഞ്ഞുതരാം. അതാകുമ്പോൾ കുറച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയത് ആരാണ്? ഭൂമിയാണ്. ഭൂമിയുടെ ഏകദേശ പ്രായം ഇപ്പൊ 460 കോടി വർഷമാണ്. 460 കോടി വർഷമാണ് ഏകദേശ പ്രായമായിട്ട് കണക്കാക്കുന്നത്. എന്തോ ആവട്ടെ, ഭൂമിയുടെ പരിക്രമണ കാലം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 365.4 ദിവസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് എന്നാണ് പറയുക പരിക്രമണ കാലം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത്, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ടുന്ന സമയമാണ് 24 മണിക്കൂർ എന്ന് നമ്മൾ പറയുന്ന 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. ഇത്രയാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് സ്വയം കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ടൈമാണ് 24 മണിക്കൂർ. എന്നാൽ അത് അങ്ങനെ കറങ്ങുകയും സൂര്യനെ ഇങ്ങനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പരിക്രമണം. അതിന് ഒരു വർഷം 365 ദിവസത്തോളം നമുക്ക് ആവശ്യമുണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. അറിയാലോ, ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി ഇതാ ഈ ഒരു പോയിന്റ് നോക്കിയേ, ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇതാണ് നിങ്ങളെ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് കഴിഞ്ഞ EVS-ൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഭൂമിയുടെ ഭ്രമണ ദിശ. അപ്പൊ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഭൂമിയെ ബന്ധപ്പെട്ട ഡൗട്ട് വേണ്ട. സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്. അപ്പൊ ഭ്രമണ ദിശ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഇത് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെങ്കിൽ ശുക്രനിൽ എന്തായിരിക്കും? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഭൂമിയുടെ ഓപ്പോസിറ്റ് ആണ് ശുക്രനിൽ, നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ എത്ര സമയം വേണം? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡേ ഉള്ളൂ. അത്രയും സെക്കൻഡ് ടൈം കൊണ്ട് ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിലെത്തും. അപ്പൊ അത് മനസ്സിലാക്കണേ. ഇവിടെ 500 സെക്കൻഡ് എടുക്കും സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ. ചന്ദ്രനിലുള്ള പ്രകാശം ഭൂമിയിലെത്താനായിട്ട് എത്ര വേണ്ടി വരും? വെറും 1.3 സെക്കൻഡ് മാത്രം സമയം ആവശ്യമുണ്ടായാൽ മതി. അത്രയാണ് ഭൂമിയെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ രണ്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത മറ്റൊന്നല്ല, ഒരുപാട് ടൈം നിങ്ങൾക്ക് കൂടും. ഓക്കെ, അതുകൊണ്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ വായിച്ചിട്ട് മാത്രം നിങ്ങൾ അടുത്തേക്ക് വരിക. നെക്സ്റ്റ്,
നമ്മൾ പോകുന്നത് ചൊവ്വയിലേക്കാണ്. ചൊവ്വയെ കുറിച്ച് പറയുമ്പോൾ നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ് ഉണ്ട്. ഒന്ന്, ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വയാണ്. അപ്പൊ ഈ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചിലപ്പോൾ ശുക്രനാണെന്ന് എഴുതാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കൂടും. അതെന്തോ ഓട്ടോമാറ്റിക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. ചുവന്ന കളറാകുമ്പോൾ തുരുമ്പിച്ച ഏകദേശം ഈ കളർ തന്നെയാണല്ലോ. അപ്പൊ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്ത് ശുക്രനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. രണ്ടാളെ പേര് ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിലേക്ക് വരാം. ഫോബോസ്, ഡീമോസ്. ഇതാണ് ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളായിട്ട് വരുന്നത്. 2 ഉപഗ്രഹങ്ങളുണ്ട്. ഒന്നിന്റെ പേര് ഫോബോസ്, രണ്ടാമത്തെ ആള് ഡീമോസ്. താഴെയുണ്ട്, അതിലേക്ക് വരാം. ഏറ്റവും ആഴമേറിയ താഴ്വാര ഉള്ളത് ചൊവ്വയിലാണ് കേട്ടോ. ഏറ്റവും ആഴമേറിയ താഴ്വരയാണ്. അത് ടൈപ്പ് ചെയ്തപ്പോൾ വരുന്നതാണ് താഴ്വര. എന്തോ ആവട്ടെ, താഴ്വര. ഓക്കെ, ഏറ്റവും ആഴമേറിയ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഭൂമിയുടെ പോലെയുള്ള ദിനരാത്രങ്ങളും ഋതുക്കളും ഉള്ളത് ചൊവ്വയിലാണ്. ഭൂമിയിലത് പോലെ തന്നെയാണ് ദിനരാത്രങ്ങൾ, അതുപോലെ ഋതുക്കളൊക്കെ ഉള്ളത് ചൊവ്വയിലാണ്. ഇനി ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് അറിയപ്പെടുന്നത് ഒളിമ്പസ് മോൺസ് ആണ്. അത് ചൊവ്വയിലാണ് എന്നാണ് പറയുന്നത്. ചൊവ്വയിലാണെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മി പ്ലാനം നിങ്ങൾ നേരത്തെ പഠിച്ചു. ലക്ഷ്മി പ്ലാനം അല്ലെ എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവും. ശുക്രനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തുവാണ് എന്ത്? തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം എന്തായിരിക്കും? അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അയൺ ഓക്സൈഡ് ആണ് ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം. അപ്പൊ ചുവന്ന ഗ്രഹം ചൊവ്വ, ചൂച്ചോ. ഓക്കെ, ചൂച്ചോ. ചുവന്ന ഗ്രഹം ചൊവ്വ, ചൂച്ചോ. ഇനി തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ, തൂച്ചോ. ഓക്കെ, ചൂച്ചോ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ തുരുമ്പിക്കാനുള്ള കാരണമല്ല, ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണമാണ് അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഫോബോസ്, ഡീമോസ്, 2 ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ മനസ്സിലായിക്കോ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ആളാണ് ഫോബോസ് കേട്ടോ. ഫോബോസ് എന്ന് വെച്ചാൽ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടാറുണ്ട്. കറുത്ത ചന്ദ്രൻ. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. ഈ ഫോബോസിനും ഡീമോസ് 2 ആൾക്കാരെ ഈ പറഞ്ഞ ചൊവ്വക്ക് ഉപഗ്രഹങ്ങളായിട്ടുള്ളൂ. അതിൽ 2 പ്രത്യേകതയുണ്ട്. ഫോബോസ് അറിയപ്പെടുന്നത് ബ്ലാക്ക് ചന്ദ്രനാണ് കേട്ടോ, ബ്ലാക്ക് മൂൺ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നതാണ് ഫോബോസ്. എന്നാൽ ഡീമോസ് എന്താണ്? സൗരയൂഥത്തിലും വെച്ചിട്ട് ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. നെക്സ്റ്റ്, കൊളംബിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വയാണ്. നമ്മളിങ്ങനെ ഓരോ മെമ്മോറിയൽ പറയില്ല, അതുപോലെ കൊളംബിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ഒളിമ്പസ് മോൺസ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയാണ്, അതും ചൊവ്വയിലാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒളിമ്പസ് മോൺസ് എന്ന് ഓർത്താൽ മതി. ഒളിമ്പസ് മൂൺസ്. ഓക്കെ, ഇതാ ഒളിമ്പസ് മൂൺ. അപ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ്, നേരെ പോയി ചന്ദ്രനിലേക്ക് വേണ്ട അങ്ങനെ പഠിക്കേണ്ട. ചന്ദ്രനിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടും. വേണ്ട, ജസ്റ്റ് ഒളിമ്പസ് മൂൺസ് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത നമ്മൾ വ്യാഴമാണ് പറയാൻ പോകുന്നത്. വ്യാഴം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അല്ലെ? ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്നാണ് അറിയപ്പെടുന്നത്. നോക്കാം, ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ഗുരുത്വാകർഷണമുള്ള ഗ്രഹവും വ്യാഴം തന്നെയാണ്. ഏറ്റവും ഗുരുത്വാകർഷണം കൂടിയ ഗ്രഹം ഭൂമിയെക്കാളും ഗുരുത്വാകർഷണം കൂടുതൽ വ്യാഴത്തിനാണെന്ന് ഓർത്തിരിക്കുക. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം. ഇത് എവിടെയെങ്കിലും കേട്ട പരിചയമുണ്ടോ നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ നിങ്ങളുടെ എക്സാമിന് EVS ന്റെ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദ ബ്ലാക്ക് സ്പോട്ട്. ഓക്കെ, ദ ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ ചുവന്ന പൊട്ടാണ്, റെഡ് സ്പോട്ട് ആണ്. ദ റെഡ് സ്പോട്ട് അല്ലെങ്കിൽ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യാഴമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ റെഡ് സ്പോട്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് ഏത്? വ്യാഴം. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്നും നമ്മൾ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളത്. ഒന്ന് ഭൂമിയുടെ പരിക്രമണ ദിശ ചോദിച്ചിട്ടുണ്ട്, ഇതും ചോദിച്ചു. ചുവന്ന പൊട്ട് എന്നാണ് കാണപ്പെടുന്നത് ഈ പറഞ്ഞ വ്യാഴത്തിലാണ്. അപ്പോൾ വൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മൾ ശനി പറയുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ വൈറ്റ് സ്പോട്ട് കാണപ്പെടുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? വ്യാഴത്തിലാണ്. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്, പക്ഷെ റെഡ് സ്പോട്ട് വ്യാഴത്തിലാണ്. അത് ഓർമ്മിക്കണം, മാറിപ്പോകാൻ പാടില്ല. ചുവന്ന ഗ്രഹം ചൊവ്വ, ചൂച്ചോ. അതുപോലെ തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ, തൂച്ചോ. അത് രണ്ടും ചൊവ്വയിലാണ്, അയൺ ഓക്സൈഡ് ആണ് കാരണം. പക്ഷെ ഇവിടെ ചോദിച്ച റെഡ് സ്പോട്ട് ആണ്. ഓക്കെ, ചുവന്ന പൊട്ട് കാണപ്പെടുന്നതാണ് എവിടെ? വ്യാഴത്ത്. ഇനി ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴം തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹമൊക്കെയാണ് വ്യാഴം. ഇനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള 2ാമത്തെ ഗ്രഹമാണ് വ്യാഴം. ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്, ശനിയിലേക്ക് പോയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപ്പകലുകൾ ഉള്ളത് വ്യാഴത്തിന് ആണ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപ്പകലുകൾ ഉള്ളത് വ്യാഴത്തിന് ആണ് എന്ന് പറയുന്നുണ്ട്. പൗരാണിക സങ്കല്പത്തിൽ ബൃഹസ്പതി എന്നറിയപ്പെട്ട ഗ്രഹമാണ് വ്യാഴം. പൗരാണിക സങ്കല്പത്തിൽ ബൃഹസ്പതി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിയപ്പെട്ടത് വ്യാഴമാണ്. വ്യാഴം കണ്ടെത്തിയത് ഗലീലിയോ ആണ് 1610 കേട്ടോ. 1610 ഗലീലിയോ ആണ് എന്ത് ചെയ്തത്? വ്യാഴം കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. വ്യാഴത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ഹൈഡ്രജൻ ആണ്. വ്യാഴത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജൻ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. സൗരനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ ആണ്. ദെൻ ഹീലിയം ആണ് 2ാമത്. ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത്. ഭാരം കൂടുതലാണ് വ്യാഴത്തിൽ. ഓക്കെ,
സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. അത് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം നിങ്ങൾ പഠിച്ചു ഡീമോസ് അല്ലെ, ഫോബോസ് ഡീമോസ് ചൊവ്വയുടെ. അതിൽ ഡീമോസ് ആണ് സൗരയൂഥത്തിലും വെച്ച് ഏറ്റവും ചെറുത്. അപ്പൊ സൗരയൂഥത്തിലും വെച്ച് ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. അത് വ്യാഴത്തിന്റെയാണ്. വ്യാഴത്തിന് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. അപ്പൊ ഗാനിമീഡ് ആണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അയ്യോ ഓക്കെ, സാന്ദ്രത കൂടിയ ഉപഗ്രഹം ആയോ ആണ്. അതും വ്യാഴത്തിന്റെയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് വ്യാഴവുമായി ബന്ധപ്പെട്ടുള്ള റെഡ് സ്പോട്ട് ആണ് കഴിഞ്ഞ തവണ വന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് പ്രതീക്ഷിക്കാം. നോക്കാം. ഇനി നമ്മൾ ശനിയിലേക്കാണ് വരുന്നത്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ശനിയാണ്, ഏറ്റവും കൂടിയത് ഭൂമിയാണ്, ഏറ്റവും കൂടിയ രണ്ടാമത്തെ ബുധനാണെന്നൊക്കെ പഠിച്ചു. അപ്പൊ സാന്ദ്രത കുറഞ്ഞത് ശനിയാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. കരിമഴ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഓക്കെ, ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹമാണ് ഈ പറയുന്ന ശനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വലിപ്പത്തിൽ സൗരയൂഥത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ഏറ്റവും വലിപ്പം ഏത് വ്യാഴമാണെന്ന് പഠിച്ചു. തൊട്ട് അടുത്തായിട്ട് വലിപ്പത്തിൽ ഇരിക്കുന്നത് ശനിയാണ്. നമ്മളിപ്പോ പഠിച്ച ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ബുധനാണ് പഠിച്ചത്, ബുധൻ, പിന്നെ ശുക്രൻ, പിന്നെ ഭൂമി, പിന്നെ ചൊവ്വ, പിന്നെ വ്യാഴം, പിന്നെ ഇപ്പൊ ശനി. ആ ഓർഡർ മനസ്സിലാക്കണം. ഇത് നമ്മൾ വലിപ്പത്തിനനുസരിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, വലിപ്പത്തിനല്ല, സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച്. സൂര്യനുള്ള അകലത്തിനനുസരിച്ച് ഏറ്റവും അടുത്ത് ബുധനാണ്, പിന്നെ തൊട്ടടുത്ത് ശുക്രൻ, പിന്നെ ഭൂമി, പിന്നെ ചൊവ്വ, പിന്നെ വ്യാഴം, പിന്നെയാണ് ശനി. ആ ഓർഡറിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. അപ്പൊ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റൻ ആണ്. ടൈറ്റൻ ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം കൂടിയാണ് ശനി. അപ്പൊ അങ്ങനെ ചോദിച്ചാലോ, നമ്മൾ എക്സാമിന് ചോദിക്കാം, ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? അപ്പൊ ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സാറ്റേൺ. നെക്സ്റ്റ്, ABC എന്നിങ്ങനെ 3 വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. ABC വലയങ്ങൾ. ABC വലയങ്ങളുള്ളത് ആർക്കാണ്? ABC വലയങ്ങൾ ശനിക്കാണ്. വലിയ വെളുത്ത പൊട്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞു വൈറ്റ് സ്പോട്ട്, വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഓക്കെ, അപ്പൊ ചുവന്ന പൊട്ട് വ്യാഴമാണ്, വെളുത്ത പൊട്ട് ശനിക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പൊ ശനിയാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള 2ാമത്തെ ഗ്രഹമാണ് വ്യാഴം. ഞാനത് പഠിക്കേണ്ട പറയാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാണ്ട് നിലവിൽ ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള 2ാമത്തെ ഗ്രഹം വ്യാഴവും ഏറ്റവും കൂടുതൽ ഉള്ളത് ശനിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നോക്കട്ടെ, അടുത്തത് 82 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ ശനിക്കായിട്ട് പറയപ്പെടുന്നത്. വ്യാഴത്തിന് എനിക്ക് 60 സംതിങ് ആണ് തോന്നുന്നത്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം കൂടിയാണ് ശനി കേട്ടോ. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റുണ്ട്, സൂപ്പർ വിൻഡ്. നമ്മൾ നേരത്തെ ഒരു സൗരക്കാറ്റ് കൊണ്ടൊരു സാധനം ഉണ്ട്, ഓരോ 11 വർഷത്തിലാണ് ഉണ്ടാവുക, 11 വർഷത്തിൽ ഒരിക്കൽ അല്ലേ. അപ്പൊ ഇവിടെ സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ഇയാളെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. ഇതാ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ആളാണ് ടൈറ്റൻ അല്ലെ. അപ്പൊ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹവും ആരെന്നാണ്? ഇദ്ദേഹം തന്നെയാണ്, ടൈറ്റൻ തന്നെയാണ്. സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. അത് പറയാൻ കാരണം ഏറ്റവും വലുത് നിങ്ങൾ ഗാനിമീഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ 2ാമത്തെയാണ് ടൈറ്റൻ. ടൈറ്റൻ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് കേട്ടോ. ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ടൈറ്റനെ കണ്ടെത്തിയത്. വ്യാഴം കണ്ടെത്തിയത് 1610 നിങ്ങൾ പഠിച്ചു, ഗലീലിയോ ആണെന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ ടൈറ്റൻ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. അപ്പൊ ഇത്രയാണ് ആ ഓർഡർ പ്രകാരം ശനിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. വൈറ്റ് സ്പോട്ട് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ടൈറ്റൻ ആണെന്ന് ഓർക്കുക. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ശനിയാണെന്ന് ഓർത്തിരിക്കുക. ABC വലയങ്ങളുള്ളത് ശനിക്കാണെന്ന് ഓർത്തിരിക്കുക. കരിമഴ പെയ്യുന്നത് ശനിക്കാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ്, 82 ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റുള്ളതും ആർക്ക് തന്നെയാണ്? ശനിക്കാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് യുറാനസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്ത പിന്നെ യുറാനസും നെപ്റ്റ്യൂണും ഉള്ളത് എളുപ്പമാണ്. ഓക്കെ, ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹമാണ് യുറാനസ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള പിന്നെ ഒരു ഗ്രഹമാണ് യുറാനസ്. ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ്. അതിനൊന്നും കാര്യമില്ല, അവിടെ നിൽക്കട്ടെ. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് പിന്നെ യുറാനസിനാണ്. ആകാശ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രഹവും യുറാനസ് തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. തണുത്ത ഗ്രഹമാണ് യുറാനസ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. ആകാശ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ആര്? യുറാനസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പച്ചഗ്രഹം എന്ന് പറയുമ്പോൾ യുറാനസിലേക്ക് വരണം നിങ്ങൾ. പച്ചഗ്രഹം എന്ന് അറിയപ്പെടുന്നത് യുറാനസ് ആണ്. ധ്രുവ പ്രദേശങ്ങളിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഗ്രഹമാണ് യുറാനസ്. ഈ ഇങ്ങനെ കറങ്ങുമല്ലോ എല്ലാവരും കൂടി, സൂര്യന് ചുറ്റും ഇങ്ങനെ അവരുടെ ഭ്രമണ പാതയുണ്ടല്ലോ അല്ലെ.
ഓർബിറ്റ് ഉണ്ട്, അതിലൂടെ ഇവർ കറങ്ങും. ഇവർക്കൊക്കെ കറങ്ങാൻ ഓരോ ട്രാക്ക് ഉണ്ട്. കറങ്ങി വരുമ്പോൾ നമ്മുടെ ധ്രുവ പ്രദേശത്ത് സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഒരു ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന യുറാനസ് ആണ്. അതിന്റെ കൂടെ തന്നെ ഹരിത എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, പച്ചയാണല്ലോ. അപ്പൊ ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഓക്കെ, യുറാനസ്, അരുണൻ. ഓക്കെ, യുറാനസ്, അരുണൻ, യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. അത് ചിലപ്പോൾ വന്നേക്കാം. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. യുറാനസ് കണ്ടുപിടിച്ചായിരുന്നു അപ്പൊ ചോദ്യം വരും. ആരാണ്? വില്യം ഹെർഷലാണ് കേട്ടോ. ഹെർഷലാണ്, വില്യം ഹെർഷൽ. ഓക്കെ, യുറാനസിൽ അടങ്ങിയിട്ടുള്ള വിഷവാതകമാണ് മീഥൈൽ. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് മീഥൈൽ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വിഷവാതകം മീഥൈലാണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യ ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നു. ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്നു. അല്ലെ, തണുത്ത ഗ്രഹമാണ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന യുറാനസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂൺ കഴിഞ്ഞു. പ്ലൂട്ടോ ഇല്ലല്ലോ. പ്ലൂട്ടോയൊക്കെ നമ്മൾ ഈ സൗരത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കിയതാണ്. നെപ്റ്റ്യൂണിനെ കുറിച്ച് പഠിക്കുമ്പോൾ നോക്കിയേ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അത് ഡൗട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് പഠിച്ച കാര്യം തന്നെയാണ്. എന്തുകൊണ്ട്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അല്ലെ, വ്യാഴം, ശനി, യുറാനസ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നെപ്റ്റ്യൂൺ വരുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അടുത്തുള്ളത് ബുധനാണ്, നമുക്കറിയാം. ഇനി പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഇനിയോ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വീണ്ടും അടുത്ത പൊട്ട്. അപ്പൊ റെഡ് സ്പോട്ട് വ്യാഴത്തിലാണ്, വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പിന്നെ ശനിയിലാണ്, ബ്ലാക്ക് സ്പോട്ട് നെപ്റ്റ്യൂണിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഇനിയോ സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങൾ ഉള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. എന്തൊക്കെ പേരാണല്ലേ. ABC വലയങ്ങൾ ശനിക്കാണ് നിങ്ങൾ പഠിച്ചു. എന്നാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ളത് നെപ്റ്റ്യൂണിനാണ്. നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത് ജോഹാൻ ഗാലിയാണ് കേട്ടോ. 1846 വേണമെന്നില്ല. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അത് ഓർത്തിരിക്കണം. കറുത്ത പൊട്ട് ഉണ്ട് എന്നേ ഉള്ളൂ, നീല നിറത്തിലാണ് കാണപ്പെടുന്നതിൽ ഓർത്തിരിക്കുക. ഓക്കെ, മറ്റേത് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നുണ്ട്. ഹരിത നീല വർണ്ണങ്ങളിലൊക്കെ കാണപ്പെടുന്നത് യുറാനസ് ആണ്. ഓക്കെ, അപ്പൊ നീല നിറത്തിൽ കാണപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. നേരത്തെ ടൈറ്റനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ട്രൈറ്റൺ ആണ്, ട്രൈറ്റൺ. ഓക്കെ, നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഗ്രഹമാണ് ട്രൈറ്റൺ എന്ന് പറയുന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും ഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു. വളരെ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് പോയിന്റും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നോക്കാം. ഒന്ന്, ഗ്രഹങ്ങൾ വലുപ്പ അടിസ്ഥാനത്തിൽ കേട്ടോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ഓർഡർ പറഞ്ഞത്. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ വരിക? ആദ്യം വരുന്നത് ബുധനാണ്, പിന്നെയോ ബുധൻ, ശുക്രൻ, പിന്നെയോ ഭൂമി, പിന്നെന്താണ് ചൊവ്വ, അല്ലെ, പിന്നെ ആരാ വരിക? ചൊവ്വ കഴിഞ്ഞാൽ വ്യാഴം, പിന്നെ ശനി, പിന്നെയോ യുറാനസ്, നമ്മളിപ്പോൾ പഠിച്ചു യുറാനസ്, പിന്നെ നെപ്റ്റ്യൂൺ. ഓക്കെ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണ് വരുന്നത്. അത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അകലത്തിന് അനുസരിച്ചിട്ടാണ്. എന്നാൽ ഇവരുടെ വലുപ്പത്തിനനുസരിച്ച് വരുമ്പോൾ ഏറ്റവും വലുപ്പം കൂടിയ ആരാണ്? വ്യാഴമാണ്, അല്ലെ. വ്യാഴം, പിന്നെ ശനിയാണ്, പിന്നെ യുറാനസ്, പിന്നെ നെപ്റ്റ്യൂൺ, പിന്നെ ഭൂമി, പിന്നെ ശുക്രൻ, പിന്നെയും വലിപ്പം കുറവ് ചൊവ്വ, ഏറ്റവും കുറവ് ബുധനെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബുധനാണ് ഏറ്റവും വലിപ്പക്കുറവ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, വലിപ്പ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒന്നാമത്തെ ഗ്രഹം വ്യാഴമാണ്, രണ്ടാമത്തെ ശനിയാണ്, മൂന്നാമത്തെ യുറാനസ് ആണ്. ഓക്കെ, നാലാമത്തെ നെപ്റ്റ്യൂൺ ആണ്, പിന്നെയാണ് ഭൂമി വരുന്നത്, പിന്നെ ശുക്രൻ, ചൊവ്വ, ബുധൻ. ഓക്കെ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ശുക്രൻ, ചൊവ്വ, ബുധൻ, അവരുടെ ഇടയിലാണ് ഭൂമിയായിട്ട് വരിക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരിക. ഇനി കുറച്ചധികം പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നോക്കാം. ഒന്ന്, ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് നിങ്ങൾ പഠിച്ച പ്ലൂട്ടോൺ. ഏറ്റവും ചെറിയ ഗ്രഹമായിരുന്നു 2006 വരെ. 2006 അതിന് ഒഴിവാക്കി. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഈ സൂര്യൻ ചുറ്റും ഇവർക്കൊക്കെ ഇങ്ങനെ വലയം വെക്കാൻ എല്ലാവർക്കും ഓരോ ട്രാക്ക് ഉണ്ട്, അല്ലെ, ഓർബിറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഓരോ വഴിയുണ്ടല്ലോ. അപ്പോ ഈ ഗ്രഹങ്ങളും അവരുടെ ഉപഗ്രഹങ്ങളൊക്കെ ആ വഴിയിലൂടെയേ കറങ്ങൂ സൂര്യനെ. അവർക്കൊക്കെ ഒരു ട്രാക്ക് ഉണ്ട്. പക്ഷേ പ്ലൂട്ടോക്ക് ഒരു പ്രശ്നമുണ്ട്. പ്ലൂട്ടോക്ക് അവസാനം ഒരു ട്രാക്ക് കൊടുത്താലും ആ ചെങ്ങ എന്ത് ചെയ്യില്ല, ആ ട്രാക്കിലൂടെ തന്നെ പോവില്ല. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ആരില്ല മറ്റുള്ളവരുടെ ട്രാക്കിലൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറും. അങ്ങനെ ഇവിടുത്തെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പ്ലൂട്ടോയെ എന്ത് ചെയ്തത്, നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും ഗ്രഹപദവിയിൽ നിന്നും ഒഴിവാക്കിയത്. അതിനിപ്പോൾ ഒരു നക്ഷത്രം എന്ന ഇതിലേക്ക് മാറ്റുക ചെയ്തത്. അപ്പൊ ഗ്രഹപദവിയിൽ ഇല്ല ഇപ്പം പ്ലൂട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ എന്തോ പറയുന്നതിനിടയിൽ അന്തർഗ്രഹങ്ങൾ എന്നുള്ളൊരു വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്തർഗ്രഹങ്ങൾ, ബാഹ്യഗ്രഹങ്ങൾ, അല്ലെ.
അന്തർഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണെന്നുള്ളൊരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്തർഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ ആ ഓർഡർ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ബുധൻ അതുപോലെ തന്നെ ശുക്രൻ, ഭൂമി, ചൊവ്വ. ഈ ആദ്യത്തെ 4 എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്തർഗ്രഹങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, അന്തർഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറയും. ക്ലിയർ അല്ലേ? പിന്നെ അങ്ങോട്ടുള്ള കഴിഞ്ഞ ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ ആരല്ല, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആരാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ 4 പേരെ നമ്മൾ വിളിക്കുന്നത് ബാഹ്യഗ്രഹങ്ങൾ എന്നാണ്. തൊട്ട് താഴെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവരെ നമ്മൾ ബാഹ്യഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഔട്ടർ പ്ലാനറ്റ് എന്ന് പറയും, ബാഹ്യം. ഓക്കെ, മറ്റേത് ഇന്നർ പ്ലാനറ്റ് എന്നാണ് പറയുക. അന്തർഗ്രഹങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഇന്നർ പ്ലാനറ്റ് എന്നുള്ള പേരിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അന്തർഗ്രഹങ്ങൾ എന്താണെന്നുള്ള ഒന്ന് മനസ്സിലാക്കുക. അന്തർഗ്രഹങ്ങൾ ആദ്യത്തെ 4 എണ്ണം: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ അന്തർ. പിന്നെയോ ആണെന്ന് അങ്ങോട്ട് വരുന്ന വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ബാഹർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ പിന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, ഇന്നറും ഔട്ടറും. പിന്നെ ഇതാ സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയതുമായ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയതുമായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളെയും ബാഹ്യഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. താരതമ്യേന വലിപ്പം കുറഞ്ഞവയൊക്കെയാണ് ഇതിൽ വരിക, അന്തർഗ്രഹങ്ങളിൽ വരുന്നത്. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് ബാഹ്യഗ്രഹങ്ങളാണെന്നുള്ള പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നതൊക്കെ ബാഹ്യ ഗ്രഹങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ പഠിച്ച പോയിന്റുകൾ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും അറിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കണ്ട് നിങ്ങൾ സമയം കളയണ്ട. ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ കാര്യങ്ങൾ ഒരു PDF ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അതിന്റെ PDF മെറ്റീരിയൽ അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ വന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക, റിവൈസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതിന്റെ PDF അവിടെ ആഡ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് അതെടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഫോൺ വെച്ചത് വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.